ഈ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്ന് നാട്ടിൻപുറത്തൊക്കെ നമ്മൾ സാധാരണമായി പറയാറുണ്ട്. പുതിയ സർക്കാർ ഏതുമാവട്ടെ BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. ശരിക്കും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വീഴ്ച ഒരുപാട് ഉയരത്തിൽ നിന്നൊന്നും ആയിരുന്നില്ല, പക്ഷേ നല്ലോണം പരിക്ക് പറ്റി. അതായത് ഏതാണ്ട് ജീവച്ഛവമായി മാറി. ഒരുപാടങ്ങ് ഉയരത്തിലാണ് എന്ന തോന്നലാണ് അവിടെ ഉണ്ടായത്. അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും കുറേ മന്ത്രിമാരുമൊക്കെ ഇവിടെ എന്തൊക്കെയോ വരുത്തി തീർത്തു എന്ന് കാണിക്കൽ മാത്രം. 227 കോടി രൂപ മുടക്കി പത്രങ്ങളിലും ഹോർഡിങ്ങും ഒക്കെ വെച്ച്, പത്രങ്ങളിൽ പരസ്യം ഹോർഡിങ്ങും ഒക്കെ വെച്ചു. ജനങ്ങളുടെ എല്ലാം പണമെടുത്ത് ഇതുപോലെ ധൂർത്തടിക്കുകയും PR വർക്ക് നടത്തുകയും ചെയ്തു. അങ്ങനെ PR വർക്ക് നടത്തിയാൽ ജയിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം CP ജോൺ പറഞ്ഞതുപോലെ PB ഒക്കെ വിട്ടു CPM, ഇപ്പോൾ PR-ൻ്റെ പുറകെയാണ്. PR മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ PR കൊണ്ട് ജയിക്കാം എന്നുള്ള ആ ഒരു മോഹമൊക്കെ തന്നെ പൊലിഞ്ഞിരിക്കുന്നു. ഇത് തുടങ്ങി വെച്ചത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് KK ശൈലജയാണ്. അന്ന് നിപ വൈറസ് ബാധയുണ്ടായി. നിപ വൈറസ് ബാധയുണ്ടായപ്പോൾ ഈ സാധാരണഗതിയിലുള്ള ഒരു വൈറസ് ബാധയാണ്. വൈറസ് ഏറ്റുകഴിഞ്ഞാൽ മരിക്കും, പക്ഷേ അതത്ര പെട്ടെന്ന് അങ്ങനെ പടർന്ന് പിടിച്ച് മഹാരോഗമായി മഹാവ്യാധിയായി മാറുന്നൊരു സംഭവമൊന്നുമല്ല. അതിനെ വലിയെന്തോ ഒരു മഹാസംഭവമാക്കി മാറ്റി ഞാൻ നിപയെ പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്വയം ഒരു അവരോധനവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചർച്ചകളും അതും ഇതും ഒക്കെ വരുത്തി വെച്ച് തുടങ്ങിയത് KK ശൈലജയാണ്. തുടർന്ന് കോവിഡ് ആയപ്പോഴത്തേക്കും പിണറായി വിജയന് മനസ്സിലായി, ഈ സ്ത്രീയെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഇവർ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ല, കേരളത്തിൻ്റെ പ്രധാനമന്ത്രിയാകും. അതായത് വേണമെങ്കിൽ പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ആവും എന്ന ഒരു സ്റ്റൈലിലേക്ക് മാറിയപ്പോഴാണ് ഇദ്ദേഹം ആ മൈക്ക് തട്ടിപ്പറിച്ച് സ്വന്തം മുന്നിൽ വെച്ച് തുടങ്ങിയത്. അങ്ങനെ വലിയ വലിയ ഈ പറച്ചിലുകളുടെ, പൊങ്ങച്ചങ്ങളുടെ, ഇല്ലാക്കഥകൾ മെനഞ്ഞെടുക്കലുകളുടെ ഒക്കെ തന്നെ ഒരു വിജയമാണ് രണ്ടാമതും ഇവർക്കുണ്ടായത്. അതായത് അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ. ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങി. ഈ വലിയ ഊതിപ്പെരിപ്പിച്ച് ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ബലൂണാണ്, അത് ഷൂ എന്ന് കാറ്റങ്ങ് പോയി. ഒരുപാട് ഉയർത്തി നിന്നല്ല ഇവർ വീണത്, ഇവർ വളരെ ഒരു മതിലിൻ്റെ പൊക്കമുള്ള ഉയരത്തിൽ നിന്നാണ്. പക്ഷേ ഞാനങ്ങ് വലിയ ചന്ദ്രനിൽ നിന്നാണ് വീണത് എന്ന് വരുത്തി തീർക്കുകയാണ്. അതാണ് സ്വരാജൊക്കെ പറയുന്ന പോലെ 1000 ശരികൾക്കിടയിൽ അരത്തെറ്റെന്നൊക്കെ പറയുന്നത് പോലെ. ഇത് ഊതിപ്പെരിപ്പിച്ച ഒരു വെറും ഒന്നുമില്ലായ്മയുടെ, അല്ലെങ്കിൽ വെറും പറച്ചിലുകളുടെ, വെറും കാട്ടിക്കൂട്ടലുകളുടെ ഒക്കെ തന്നെ ഒരു സർക്കാരാണ് കഴിഞ്ഞ 2 ടേമും ഇവിടെ ഭരിച്ചത്. ആദ്യത്തെ ടൈം കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണെന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞതുകൊണ്ട് രണ്ടാമതും ഭരണം കിട്ടി. അന്ന് കുറേ കിറ്റുമൊക്കെ കൊടുത്തു, 350 രൂപ കിറ്റുമൊക്കെ കൊടുത്തു. ഇത്തവണ കിറ്റ് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വലിയ ഒരു വീഴ്ച തന്നെ സംഭവിച്ചു. പല നേതാക്കളും പലതരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്തായാലും ഇത് കുറേ കാര്യങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയാണ്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മാത്രമല്ല, ഇതിനകത്ത് എല്ലാവർക്കും, എല്ലാ മന്ത്രിസഭാംഗങ്ങൾക്കും എല്ലാവരും ഏതാണ്ട് ഒരു അര മുഖ്യമന്ത്രി സ്റ്റൈലായിരുന്നു, അര പിണറായി സ്റ്റൈലായിരുന്നു എല്ലാവരും ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അത് സജി ചെറിയാനായാലും ശരി, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് ആയാലും ശരി, എന്തിന് V അബ്ദുറഹ്മാൻ ആണെങ്കിൽ കൂടി മെസ്സിയുടെ വിഷയത്തിലോ എന്തൊക്കെയോ പറഞ്ഞ് ആ രീതിയിൽ ഘടകകക്ഷി മന്ത്രിമാർ പോലും ആ രീതിയിൽ ഒരു അര പിണറായി മാറിയ ഒരു അവസ്ഥയിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ മുക്തരായിരിക്കുന്നത്. ഇനി വരുന്നവർ എന്താണ് ചെയ്യുക, എന്താണ് കാണിക്കുക എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. എന്തായാലും വലിയ ഒരു ഊതിപ്പെരിപ്പിച്ച ബലൂണിന് കാറ്റ് പോയത്, ആ ബലൂൺ ഊതി വീർപ്പിച്ചത് KK ശൈലജ ടീച്ചർ തന്നെയാണ്. അവസാനം കാറ്റ് പോകാൻ നേരത്ത് അവരും ഉണ്ടായിരുന്നു, കൂടെ മത്സരിച്ചു. പക്ഷേ ശരിക്കും കാറ്റ് പോയത് പിണറായി വിജയൻ്റെ കാറ്റ് തന്നെയാണ്.